ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 10ാം ക്ലാസ്സിലെ 3rd ചാപ്റ്ററാണ് എടുക്കുന്നത്. ചാപ്റ്ററിൻ്റെ പേര് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ലീനിയർ ഇക്വേഷൻസ്. ജനറൽ ഫോം ഓഫ് എ ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത് ax + by + c = 0. ഇതാണ് ജനറൽ ഫോം ഓഫ് എ ലീനിയർ ഇക്വേഷൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2x + 3y = 7. ഇതൊരു ലീനിയർ ഇക്വേഷനാണ്. ലീനിയർ ഇക്വേഷൻ്റെ എക്സിൻ്റെയും വൈൻ്റെയും പവർ എന്ന് പറയുന്നത് മുകളിൽ വരുന്നത് 1 ആയിരിക്കും. ഇനി ഇതുപോലെ ax² + by = ഇങ്ങനെ വരുന്ന ഇക്വേഷനൊന്നും ലീനിയർ അല്ല. ലീനിയർ ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് ax + by + c = 0. നമ്മൾ നോക്കിയ എക്സാമ്പിളിൽ എ എന്ന് പറയുന്ന കോഎഫിഷ്യൻ്റ് 2 ആണ്. എക്സിൻ്റെ കൂടെ വരുന്ന കോഎഫിഷ്യൻ്റാണ് എ. അതുപോലെ ബി എന്ന് പറയുന്നത് 3. സി എന്ന് പറയുന്നത് എക്സും വൈയും ഇല്ലാതെ വേരിയബിൾസ് ഒന്നും ഇല്ലാത്ത ഒരു ടേം. = 7 ആണ്. ഇതിനെ ജനറൽ ഫോമിലോട്ട് മാറ്റുകയാണെങ്കിൽ 2x + 3y - 7 = 0. ജനറൽ ഫോം പറയുമ്പോൾ റൈറ്റ് സൈഡ് എപ്പോഴും 0 ആയിരിക്കണം. തന്നിട്ടുള്ള ഇക്വേഷനെ റൈറ്റ് സൈഡ് 0 ആക്കി എഴുതിയാൽ c = നമുക്ക് കിട്ടുന്നത് -7 എന്നതാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ 2 പെയർ ലീനിയർ ഇക്വേഷൻ കാണും. a1x + b1y + c1 = 0, a2x + b2y + c2 = 0. 2 ലീനിയർ ഇക്വേഷൻ കാണും. ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തണം. സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ 2 ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് കണ്ടെത്തുക എന്നതാണ്. സൊല്യൂഷൻ കണ്ടെത്താൻ ഡിഫറെൻറ്റ് മെത്തേഡ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ മെത്തേഡാണ്. നമുക്ക് നോക്കാം ഗ്രാഫിക്കൽ മെത്തേഡ് എന്താണ്. ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. x - 2y = 0. ഈ ലീനിയർ ഇക്വേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഗ്രാഫ് വരയ്ക്കാൻ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് നോക്കാം. നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ നമുക്ക് 2 പോയിൻറ്റ്സ് വേണം. ആ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ 2 കോളം ഇതുപോലെ വരയ്ക്കും. ദെൻ ആദ്യത്തെ കോളത്തിൽ നമ്മൾ x എന്നും രണ്ടാമത് y എന്നും എഴുതും. ഇനി ഈ ഇക്വേഷനിൽ എക്സിന് 0 ആകുമ്പോഴുള്ള വൈൻ്റെ വാല്യൂ കണ്ടെത്തണം. ഈ ഇക്വേഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എക്സിന് 0 കൊടുക്കുമ്പം 0 - 2y = 0, -2y = 0. വൈൻ്റെ വാല്യൂ നമുക്ക് 0 തന്നെ കിട്ടും. ആ വാല്യൂ എടുത്ത് ഇവിടെ എഴുതും. ഇനി എക്സിന് വേറൊരു വാല്യൂ കൂടെ കൊടുക്കാം 1. 0യും 1 തന്നെ ഇല്ല, നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുത്തു വേണം. എക്സിന് 1 കൊടുക്കുമ്പോൾ ഉള്ള വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഈ ഇക്വേഷനകത്ത് 1 - 2y = 0, -2y = -1, y = നമുക്ക് കിട്ടുന്നത് 1/2 എന്നും. അപ്പം നമുക്ക് 2 പോയിൻറ്റ്സ് കിട്ടി. എക്സിന് 0 ആകുമ്പോൾ വൈൻ്റെ വാല്യൂ 0, എക്സിന് 1 ആകുമ്പോൾ വൈൻ്റെ വാല്യൂ 1/2. ഇനി ഈ y = നമ്മുടെ ഇക്വേഷൻ -2y = -1 എന്നാണ്. അപ്പോൾ y = ലെഫ്റ്റിൽ കിടക്കുന്ന 2 ഈക്വലിന് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ /2 ആയിട്ട് മാറും. അപ്പോൾ -1/-2, -2 ക്യാൻസൽ ചെയ്ത് പോയാൽ ബാക്കി കിട്ടുന്നത് 1/2. മനസ്സിലായോ? അവർ എഴുതിയെടുക്കണം. x = 0. x - 2y = 0. എക്സിന് 0 കൊടുക്കുമ്പോൾ 0 - 2y = 0, -2y = 0, y = 0/-2. 0 ഒരു നമ്പർ എന്ന് പറയുന്നത് 0 തന്നെ ആയിരിക്കും. അങ്ങനെയാണ് y = 0 വന്നത്. മനസ്സിലായി? ഈ 2 പോയിൻറ്റ്സ് വെച്ചുകൊണ്ട് നമുക്ക് ഗ്രാഫ് വരയ്ക്കണം. ആദ്യം നമ്മൾ വരയ്ക്കുന്നത് എക്സ് ആക്സിസും y ആക്സിസും വരച്ചു.
ദെൻ പോയിൻറ്റ്സ് അടയാളപ്പെടുത്തണം. 1 2 -1 -2 1 2 3. ഇനി ആദ്യത്തെ പോയിൻ്റ് നമുക്ക് ഇതൊരു ലൈനിൻ്റെ ഇക്വേഷനാണ്. ഈ ലൈൻ വരയ്ക്കാൻ വേണ്ടിയുള്ള 2 പോയിൻറ്റ്സ് ആണ്. എക്സിന് 0 ആകുമ്പോൾ വൈൻ്റെ വാല്യൂ 0. ആ പോയിൻ്റ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. ഇനി എക്സിന് 1 ആകുമ്പോൾ y = 1/2. എക്സിന് 1 എന്ന് പറയുമ്പോൾ എക്സ് ആക്സിൽ 1 എന്ന പോയിൻ്റ് എടുക്കുക. അതും y = 1/2. y = 1/2 എന്ന് പറയുന്നത് y ആക്സിസിൽ 0ക്ക് 1ൻ്റെ ഹാഫ് ആയിട്ട് വരും ഈ പോയിൻ്റ്. ഈ 2 ലൈനും തമ്മിൽ ജോയിൻ ചെയ്യുന്ന പോയിൻ്റാണ് 1,1/2 എന്ന് പറയുന്ന പോയിൻ്റ്. ഇനി നമ്മുടെ കയ്യിലുള്ള 2 പോയിൻറ്റ്സും ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ലൈന് വരയ്ക്കണം. ഈ ലൈനാണ് x - 2y = 0 എന്ന് പറയുന്ന ഇക്വേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലൈൻ. ഇനി നമുക്ക് 2 ലീനിയർ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. x - 2y = 0. 3x + 4y - 20 = 0. നമ്മൾ നേരത്തെ വരച്ച ഗ്രാഫ് തന്നെയാണ്. ഇവിടെ 2 ഇക്വേഷനും ഉണ്ട്. അപ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡിൽ നമ്മൾ ചെയ്യേണ്ടത് ഗ്രാഫ് വരച്ചിട്ട് 2 ലൈനിൻ്റെയും 1 2 -1 -2 ഈ ഫസ്റ്റ് ലൈനാണ് x - 2y = 0 എന്ന് പറയുന്ന ലൈനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത ഈ ഇക്വേഷനെയും ഇതുപോലെ പോയിൻറ്റ്സ് കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് ഗ്രാഫിൽ വരയ്ക്കണം. എക്സ് വൈ അടയാളപ്പെടുത്തി ദെൻ എക്സിന് 0 കൊടുക്കുക. എക്സിന് 0 കൊടുക്കുമ്പോൾ ഈ ഇക്വേഷനിൽ വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ 0 + 4y - 20 = 0. 4y = 20. y = 5 എന്നുള്ള പോയിൻ്റ് കിട്ടും. ഇനി അതുപോലെ വൈക്ക് 0 കൊടുക്കാം. വൈക്ക് 0 കൊടുക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ 3x + 0 - 20 = 0. 3x = 20 എന്ന് കിട്ടും. x = 20/3. എക്സിന് 0 കൊടുക്കുക, വൈന് 0 കൊടുക്കുക എന്നുള്ളതൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാം. എക്സിന് 0 കൊടുക്കുമ്പോൾ വൈൻ്റെ വാല്യൂ 5. ആ വാല്യൂ നമുക്ക് ഗ്രാഫിൽ അടയാളപ്പെടുത്താം. എക്സിൽ 0യും വൈക്ക് 5ഉം. അത് ഈ പോയിൻ്റ് ആയിരിക്കും. എക്സ് ആക്സിൽ 0ക്ക് നേരെ വൈയിൽ 5ഉം. ഇനി അടുത്തത് എക്സിൻ്റെ വാല്യൂ 20/3. 20/3 എത്ര നോക്കും? 6 പോയിൻറ്റ് സംതിങ് വരും. നമ്മൾ 3 4 5 6 കറക്റ്റായിട്ടുള്ള വാല്യൂ എടുത്ത് തന്നെ ചെയ്യണം. എക്സ് ആക്സിൽ 20/3യും വൈ ആക്സിസിലും 0യും എടുത്ത് വരയ്ക്കുക. എക്സ് ആക്സിൽ 20. ഇനി ഈ 2 പോയിൻറ്റുകളും തമ്മിൽ ജോയിൻ ചെയ്തുള്ള സ്കെയിൽ ഉപയോഗിച്ച് നിങ്ങൾ വരയ്ക്കും, കറക്റ്റ് വാല്യൂസ് കിട്ടും. അപ്പോൾ ആദ്യം വരച്ച ലൈനാണ് x - 2y = 0 എന്ന് പറയുന്ന ഇക്വേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. 3x + 4y - 20 എന്ന് പറയുന്നത് ഈ ലൈനാണ്. ഇനി ഈ 2 ലൈനും ജോയിൻ ചെയ്ത് നമുക്ക് ഒരു പോയിൻ്റ് കിട്ടും. ഈ 2 ഇക്വേഷനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റ് കിട്ടും. അതാണ് ഈ എക്സിൻ്റെയും വൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഒരു ഇക്വേഷൻ നോക്കാം. x + 2y = 0. 3x - 4y
-20 = 0. ഇതിൻ്റെ സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ആദ്യം a1/a2 എന്ന് പറയുന്നത് ഫസ്റ്റ് ഇക്വേഷൻ്റെ a1 എന്ന് പറയുന്നത് 1 ആണ്. ബൈ സെക്കൻഡ് ഇക്വേഷനിലെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റാണ് a2 എന്ന് പറയുന്നത്, അത് 3 ആണ്. ഇനി അടുത്തത് കണ്ടുപിടിക്കേണ്ടത് b1/b2 എന്നാണ്. b1 എന്ന് പറയുന്നത് വൈൻ്റെ കൂടെ വരുന്ന കോഎഫിഷ്യൻ, അതെന്ന് പറയുന്നത് -2 ആണ്. ബൈ y2 എന്ന് പറയുന്നത് സെക്കൻഡ് ഇക്വേഷനിലെ വൈൻ്റെ കോഎഫിഷ്യൻ, അത് 4 ആണ്. ഇവിടെ നമുക്ക് കിട്ടി a1/a2 ≠ b1/b2. a1/a2 ≠ b1/b2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രണ്ട് ലൈനിൻ്റെ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഈ രണ്ട് ലൈനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പിക്ചർ കാണുമല്ലോ, ഈ രണ്ട് പോയിൻറ്റും ഒരു പോയിൻറ്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതായിട്ട് കിട്ടും. നമുക്ക് വരയ്ക്കാതെ തന്നെ എളുപ്പമാർഗ്ഗത്തിൽ കിട്ടുന്നതാണ്. ആദ്യം a1/a2 കണ്ടുപിടിക്കുക, ദെൻ b1/b2 കണ്ടുപിടിക്കുക. ഇത് രണ്ടും ≠ ആണ് എങ്കിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് ഇക്വേഷനുകൾ ലൈൻസും ഒരു പോയിൻറ്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതായിട്ട് കാണും. അതായത് ഈ ഇക്വേഷന് ഒരു സൊല്യൂഷനേ കാണത്തുള്ളൂ. a1/a2 ≠ b1/b2 ആണ് എങ്കിൽ വൺ സൊല്യൂഷൻ, ഒരു സൊല്യൂഷൻ ആയിരിക്കും കാണുന്നത്. ഈ കേസിൽ നമുക്ക് പറയാം ഇക്വേഷൻ കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയാം. അതായത് ഈ പെയർ ഓഫ് ലീനിയർ ഇക്വേഷന് എന്തായാലും ഒരു വാല്യൂസ് എക്സിനും വൈനും ഒരു വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ആ കേസിൽ ഇക്വേഷൻ കൺസിസ്റ്റൻ്റ് ആണെന്ന് കിട്ടും. അപ്പോഴുള്ള ഗ്രാഫ് എന്ന് പറയുന്നത് രണ്ട് ലൈനും ഒരു പോയിൻറ്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതായിട്ട് കിട്ടും. ഒരു പോയിൻറ്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. ഇങ്ക് പോകും. ഇനി അടുത്തൊരു പെയർ ഓഫ് ഇക്വേഷൻ നോക്കാം. 2x + 3y - 9 = 0. 4x + 6y - 18 = 0. ഈ കേസിൽ a1/a2 നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. a1/a2 എന്ന് പറയുന്നത് a1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഇക്വേഷൻ്റെ എക്സിൻ്റെ കോഎഫിഷ്യൻ 2/4. b1/b2 എന്ന് പറയുന്നത് 3/6. ഈ കേസിൽ നമുക്ക് കിട്ടിയത് a1/a2 = b1/b2 എന്നാണ്. ഇങ്ങനെ ഈക്വലായിട്ട് കിട്ടിയാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് കൂടെ കണ്ടുപിടിക്കണം. c1/c2 കൂടെ കണ്ടുപിടിക്കണം. c1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഇക്വേഷൻ്റെ എക്സും വൈയും ഇല്ലാത്ത നമ്പർ, അതെന്ന് പറയുന്നത് -9 ആണ്. -9/c2 എന്ന് പറയുന്നത് സെക്കൻഡ് ഇക്വേഷൻ്റെ കോഷൻ -80 = 1/2. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ a1/a2 = b1/b2 = c1/c2. ഈ മൂന്ന് കോഎഫിഷ്യൻ്റെ ഫ്രാക്ഷൻ വന്നിട്ട് സെയിം ആയിട്ട് കിട്ടും. ആ കേസിൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് രണ്ട് ഇക്വേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ രണ്ട് ലൈൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഗ്രാഫ് വരച്ചാൽ രണ്ട് ലൈൻസും കോയിൻസൈഡ് ചെയ്യുന്നതായിട്ട് കിട്ടും. കോയിൻസൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ആദ്യം നമുക്ക് 2x + 3y - 9 = 0 എന്ന് പറയുന്ന ലൈനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഗ്രാഫ് വരച്ചു. നമുക്ക് ഈ ലൈൻ കിട്ടും. അടുത്ത ഇക്വേഷനും നമ്മൾ പോയിൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഗ്രാഫ് വരയ്ക്കുമ്പം ഈ സെയിം ലൈൻ തന്നെ കിട്ടും. അതായത് ഈ രണ്ട് ഇക്വേഷനും റെപ്രസെൻ്റ് ചെയ്യുന്നത് സെയിം ലൈനാണ്. ഈ കേസിൽ നമ്മൾ പറയുന്നത് ഇക്വേഷൻ കൺസിസ്റ്റൻ്റ് ആണ് ആൻഡ് ദെയർ ആർ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ എന്ന് പറയാം. അതായത് ഈ ലൈനിൽ ഓരോ പോയിൻറ്റ്സും, ഈ പോയിൻ്റ് എക്സിൻ്റെ വൈൻ്റെ വാല്യൂ ആണ്, അതുപോലെ ഈ പോയിൻറ്റും ഈ രണ്ട് ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. ഇതിൽ ഓരോ പോയിൻറ്റും ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണെന്ന് പറയാം. a1/a2
ഈക്വൽ ടു B1/B2 ഈക്വൽ ടു C1/C2. ഈ കേസിൽ ഒരു സൊല്യൂഷൻ അല്ല, there are infinitely many solution. സൊല്യൂഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഇക്വേഷൻ എന്താണ്, കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയാം. കൺസിസ്റ്റൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട. ഇനി ഒരു കേസ് കൂടെ വരും. ഒരു ഇക്വേഷൻ നോക്കാം. എക്സ് പ്ലസ് 2y മൈനസ് 4 ഈക്വൽ ടു 0. 2x പ്ലസ് 4y മൈനസ് 12 ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ a1/a2 കണ്ടുപിടിക്കാം. a1/a2 ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. b1/b2 എന്ന് പറയുന്നത് 2/4. c1/c2 എന്ന് പറയുന്നത് -4/-12. നെഗറ്റീവ് സൈൻ ഉണ്ടെങ്കിൽ അതുകൂടെ കൺസിഡർ ചെയ്യണം. ഈ കേസിൽ നോക്കൂ, a1/a2 ഈക്വൽ ടു b1/b2 ആണ്, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു c1/c2. a1/a2 എന്ന് പറയുന്നത് 1/2 ആണ്. b1/b2 എന്ന് പറയുന്നത് 2/4, വിച്ച് ഈസ് 1/2. c1/c2 എന്ന് പറയുന്നത് 1/3 ആണ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ 1/3 എന്നാണ് കിട്ടുന്നത്. a1/a2 ഈക്വൽ ടു b1/b2 നോട്ട് ഈക്വൽ ടു c1/c2. ഈ കേസിൽ നമ്മൾ ഗ്രാഫുകൾ വരയ്ക്കുമ്പോൾ രണ്ട് ലൈൻസും പാരലൽ ആയിട്ടുള്ള രണ്ട് ലൈൻസ് നമുക്ക് കിട്ടും. പാരലൽ ആയിട്ടുള്ള രണ്ട് ലൈൻസ് കിട്ടും. ഈ രണ്ട് ലൈൻസും ഒരിടത്ത് വെച്ചും ജോയിൻ ചെയ്യത്തില്ല, കോയിൻസൈഡ് ചെയ്യത്തില്ല, ഇൻ്റർസെക്റ്റ് ചെയ്യത്തില്ല. സോ നമുക്ക് എന്താണ്, ഇവിടെ ഒരു സൊല്യൂഷനും കിട്ടൂല. ഇക്വേഷൻ ഇൻകൺസിസ്റ്റൻ്റ് എന്ന് പറയാം. സൊല്യൂഷൻ ഇവിടെ കിട്ടാത്തത് കൊണ്ട് ഈ ഇക്വേഷൻ ഇൻകൺസിസ്റ്റൻ്റ് എന്ന് പറയും. എക്സസൈസ് 3.2 കുറച്ച് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. റേഷ്യോസ് കമ്പയർ ചെയ്തുകൊണ്ട് a1/a2 b1/b2 c1/c2 ഈ റേഷ്യോസ് കമ്പയർ ചെയ്തുകൊണ്ട് ലൈൻസ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഒരു പോയിൻ്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യോ പാരലൽ ആണോ കോയിൻസൈഡ് ചെയ്യോ എന്ന് കണ്ടുപിടിക്കണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ 5x മൈനസ് 4y പ്ലസ് 8 ഈക്വൽ ടു 0. 7x പ്ലസ് 6y മൈനസ് 9 ഈക്വൽ ടു 0. ഈ ക്വസ്റ്റ്യനിൽ a1/a2 നമുക്ക് കണ്ടുപിടിക്കാം. a1/a2 ഈക്വൽ ടു 5/7. b1/b2 ഈക്വൽ ടു -4/6. ഇവിടെ നമുക്ക് കിട്ടും a1/a2 നോട്ട് ഈക്വൽ ടു b1/b2 ആണ്. സോ നമുക്ക് വീണ്ടും c1/c2 കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ ഏത് കേസാണ്, ഫസ്റ്റ് കേസാണ്. ദർ ഈസ് ഓൺലി വൺ സൊല്യൂഷൻ. ഇക്വേഷൻ എന്താണ്, കൺസിസ്റ്റൻ്റ് ആണെന്ന് കിട്ടും. വേറൊരു എക്സാമ്പിൾ 3/2x പ്ലസ് 5/3y ഈക്വൽ ടു 7. 9x മൈനസ് 10y ഈക്വൽ ടു 14. ഈ കേസിൽ a1/a2 കണ്ടുപിടിക്കാം. a1/a2 a1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഇക്വേഷൻ എക്സിൻ്റെ കോഷ്യൻ 3/2. a2 എന്ന് പറയുന്നത് 9 ആണ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് 3ഉം 9 1/6 എന്ന് കിട്ടും. ഇനി b1/b2 എന്ന് പറയുന്നത് വൈൻ്റെ കോഎഫിഷ്യൻറ്റ് 5/3 ബൈ -10 ആണ്. ബൈ -10. ഈ രണ്ട് ഇക്വേഷനും കൺസിഡർ ചെയ്ത a1/a2 നോട്ട് ഈക്വൽ ടു b1/b2 എന്നാണ് കിട്ടിയത്. ആദ്യത്തെ റേഷ്യോ 1/6 എന്നും രണ്ടാമത്തേത് -1/6 എന്നാണ് കിട്ടിയത്. സോ ഇക്വേഷൻ എന്താണ്, കൺസിസ്റ്റൻ്റ് ആണ് ആൻഡ് ദർ ഈസ് ഓൺലി വൺ സൊല്യൂഷൻ എന്ന് കിട്ടും.
ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് പ്രോബ്ലം നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വേർഡ് പ്രോബ്ലം നോക്കാം. എക്സസൈസ് 3.2-ൽ 5th ക്വസ്റ്റ്യൻ ആണ്. ഹാഫ് ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കുലർ ഗാർഡൻ ഹൂസ് ലെങ്ത് ഈസ് 4 മീറ്റർ. ഒരു റെക്ടാങ്കുലർ ഗാർഡൻ ഉണ്ട്, അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് ഹാഫ് ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കുലർ ഗാർഡൻ ഹൂസ് ലെങ്ത് ഈസ് 4 മീറ്റർ മോർ ദാൻ ഇറ്റ്സ് വിഡ്ത്ത്. ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. വിഡ്ത്തിനെ കാട്ടി 4 മീറ്റർ കൂടുതലാണ് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിഡ്ത്തിനെ നമുക്ക് അറിഞ്ഞുകൂടാത്ത വേരിയബിളിനെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുക. വിഡ്ത്തിനെ കാട്ടി 4 മീറ്റർ മോർ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ x+4 ആണ് ലെങ്ത് എന്ന് പറയുന്നത്. വിഡ്ത്ത് എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നത് x+4 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലെങ്ത്തിൻ്റെയും വിഡ്ത്തിൻ്റെയും വാല്യൂസാണ്. ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 2 × l+b എന്നാണ്. 2 × l+b വിച്ച് ഈസ് പെരിമീറ്ററിൻ്റെ ഹാഫ് 36 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 2 × l+b/2 ഈക്വൽ ടു 36 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വിച്ച് ഈസ് l+b ഈക്വൽ ടു 36. ഓക്കെ, വിഡ്ത്ത് എക്സ് ആയിട്ട് നമ്മളെടുത്തു, ലെങ്ത്ത് x+4 ആണ്, അതിന് y എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്തു. സോ ലെങ്ത്ത് എല്ലിനെ ഡിനോട്ട് ചെയ്യുന്ന y എന്നും വിഡ്ത്തിനെ b എന്ന ലെറ്റർ ഇവിടെ x ആയിട്ട് എടുക്കുക, ഈക്വൽ ടു 36 എന്നും നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ y + x ഈക്വൽ ടു 36 ആൻഡ് y ഈക്വൽ ടു x+4. ഈ രണ്ട് ഇക്വേഷനാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനി ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് y + x ഈക്വൽ ടു 36. ഗ്രാഫ് വരയ്ക്കാൻ 2 പോയിൻറ്റ്സ് വേണം. സോ കോളം വരയ്ക്കുക, ദെൻ y അടയാളപ്പെടുത്തണം. എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ y + 0 ഈക്വൽ ടു 36. y ഈക്വൽ ടു 36. ഇനി yന് 0 കൊടുക്കാം. അപ്പോൾ 0 + x ഈക്വൽ ടു 36. എക്സിൻ്റെ വാല്യൂ 36 ആയിരിക്കും. ഗ്രാഫ് വരയ്ക്കാം. നമുക്ക് x ആക്സിസും y ആക്സിസും അടയാളപ്പെടുത്തണം. 0 35 തൊട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ദെൻ ഇവിടെ 36, 35, 36. നമ്മുടെ പോയിൻറ്റ്സ് 0, 36. y ഈക്വൽ ടു x+4. ഈ ഇക്വേഷൻ്റെ ഇവിടെ പോയിൻറ്റ്സ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. എക്സ് y, എക്സിന് 0 ആകുമ്പോൾ y ഈക്വൽ ടു 4 എന്ന് കിട്ടും. yക്ക് 0 ആകുമ്പോൾ y ഈക്വൽ ടു 0, x+4 ഈക്വൽ ടു 0, x ഈക്വൽ ടു -4 എന്ന് കിട്ടും. ഈ രണ്ട് പോയിൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗ്രാഫ് വരയ്ക്കണം. Zero, 4, 8. ഓക്കെ, ആദ്യത്തെ ഇക്വേഷൻ 0, 36 എന്ന പോയിൻ്റാണ്. എക്സ് ആക്സിൽ 0യും y ആക്സിൽ 36ഉം എടുത്ത് വരയ്ക്കുക. ദെൻ എക്സ് 36 ആകുമ്പോൾ yൻ്റെ വാല്യൂ 0. ഈ രണ്ട് പോയിൻറ്റും ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ഇക്വേഷൻ വരയ്ക്കാം, ഒരു ലൈൻ വരയ്ക്കാം. ഈ ലൈൻ എന്ന് പറയുന്നത് y + x ഈക്വൽ ടു 36. ഈ ഇക്വേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലൈനാണ്.
ഇനി y ഈക്വൽ ടു എക്സ് പ്ലസ് 4 ആ ലൈൻ വരയ്ക്കാൻ 2 പോയിൻറ്റ്സ് ഉണ്ട്, 0-ഉം 4-ഉം. എക്സിൽ 0-ഉം വൈയിൽ 4-ഉം. ഇനി എക്സിൽ -4-ഉം y ആക്സിസിൽ 0-ഉം. ഇവിടെ നോക്കാം, ഈ 2 ലൈനും ഈ സിംഗിൾ പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതായിട്ട് കിട്ടും. ഇനി ആ പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കണം. ഈ പോയിന്റ് എക്സ് ആക്സിൽ എത്രയാണ് വരുന്നതെന്ന് നോക്കുക, ഇനി വൈ ആക്സിൽ എത്രയാണെന്ന് വരുന്നത് നോക്കുക. കറക്റ്റ് അളവെടുത്ത് വരച്ചാലേ നമുക്ക് പോയിൻറ്റ്സ് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് എത്രയാണെന്ന് നോക്കണം. ഇനി ഗ്രാഫിക്കൽ മെത്തേഡ് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് ആൾജിബ്രായിക് മെത്തേഡാണ്. ആൾജിബ്രായിക് മെത്തേഡിൽ 2-3 മെത്തേഡ്സ് ഉണ്ട്. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 14, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4. 2 ഇക്വേഷനുണ്ട്. ഇതിൻ്റെ സൊല്യൂഷൻ നമുക്ക് കണ്ടെത്തണം. ആൾജിബ്രായിക് മെത്തേഡിൽ നമ്മൾ ആദ്യത്തെ ഇക്വേഷനിൽ കൺസിഡർ ചെയ്യാം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 14. ഇതിൽ നിന്ന് നമുക്ക് വൈനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം, ഏതെങ്കിലും ഒരു വേരിയബിളിലോട്ട് മാറ്റണം. അപ്പോൾ ഇവിടെ വൈ ഈക്വൽ ടു എന്ന് പറയുന്നത് 14 മൈനസ് എക്സ്. വൈൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഈ വൈൻ്റെ വാല്യൂ എടുത്ത് നമുക്ക് സെക്കൻഡ് ഇക്വേഷനിൽ കൊടുക്കുക എന്നാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് ഒരു വേരിയബിളിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക, ആ വാല്യൂ സെക്കൻഡ് ഇക്വേഷനിൽ കൊടുക്കുക. ഈ വൈ ഈക്വൽ ടു 14 മൈനസ് എക്സ് എന്ന വാല്യൂ സെക്കൻഡ് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എക്സ് മൈനസ് വൈൻ്റെ ഇവിടെ ബ്രാക്കറ്റ് കൊടുക്കുക, ദെൻ 14 മൈനസ് എക്സ് ഈക്വൽ ടു 4. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എക്സ് മൈനസ് 14 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും, പ്ലസ് എക്സ് ഈക്വൽ ടു 4. എക്സ് പ്ലസ് എക്സ് എന്ന് പറയുന്നത് 2x ആണ്. 2x മൈനസ് 14 ഈക്വൽ ടു 4. 2x ഈക്വൽ ടു 4 പ്ലസ് 14 ഈക്വൽ ടു 18. എക്സ് ഈക്വൽ ടു 18 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് 9 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ 9 ആണ്. ഇനി വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഏതെങ്കിലും ഇക്വേഷനിൽ കൊടുക്കാം. ഇവിടെ തന്നെ കൊടുക്കാം. വൈ ഈക്വൽ ടു 14 മൈനസ് 9 വിച്ച് ഈസ് 5. അടുത്തൊരു ക്വസ്റ്റ്യൻ, എസ് മൈനസ് ടി ഈക്വൽ ടു 3. എസ് ബൈ 3 പ്ലസ് ടി ബൈ 2 ഈക്വൽ ടു 6. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. ഒരു വേരിയബിൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ആദ്യത്തെ ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. എസ് മൈനസ് ടി ഈക്വൽ ടു 3. എസ് മൈനസ് ടി ഈക്വൽ ടു 3. എസ് ഈക്വൽ ടു 3 പ്ലസ് ടി. എസ് ഈക്വൽ ടു 3 പ്ലസ് ടി. നമുക്ക് ടീനെ മാറ്റുകയും ചെയ്യാം. ഞാനിവിടെ എസ് ഈക്വൽ ടു 3 പ്ലസ് ടി എഴുതി. ഇനി ഈ വാല്യൂ സെക്കൻഡ് ഇക്വേഷനിൽ കൊടുക്കുക. ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എസിൻ്റെ പ്ലേസിൽ 3 പ്ലസ് ടി ബൈ 3 പ്ലസ് ടി ബൈ 2 ഈക്വൽ ടു 6. 3 ബൈ 3 പ്ലസ് ടി ബൈ 3 പ്ലസ് ടി ബൈ 2 ഈസ് ഈക്വൽ ടു 6. നമുക്ക് ടിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. 3 ബൈ 3 എന്ന് പറയുന്നത് 1 പ്ലസ് എൽ സി എം എടുക്കുക 6 5 2t പ്ലസ് 3t ഈക്വൽ ടു 6. 1 പ്ലസ് 5t ബൈ 6 ഈക്വൽ ടു 6 എന്ന് കിട്ടും. 1 റൈറ്റിൽ പോകുമ്പോൾ 5t ബൈ 6 ഈക്വൽ ടു 6 മൈനസ് 1 വിച്ച് ഈസ് 5. t ഈക്വൽ ടു 5. താഴെ കിടക്കുന്ന 6 ഈക്വലിന് റൈറ്റ് സൈഡ് ആകുമ്പോൾ ഇൻറ്റു 6 ആയിട്ട് മാറും. ഇൻറ്റു 6 ബൈ 5.
ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഇനി എസിൻ്റെ വാല്യൂ കൂടെ നമുക്ക് കണ്ടുപിടിക്കണം. ആദ്യത്തെ ഇക്വേഷനിൽ കൊടുക്കാം എസ് മൈനസ് ടി ഈക്വൽ ടു 3. ടിയുടെ വാല്യൂ 6 ആകുമ്പോൾ എസ് മൈനസ് 6 ഈക്വൽ ടു 3. എസ് ഈക്വൽ ടു 3 പ്ലസ് 6 വിച്ച് ഈസ് 9 എന്ന് കിട്ടും. ഇനി നമ്മൾ ചെയ്ത് കറക്റ്റ് ആൻസർ ആണോ നോക്കാൻ വേണ്ടി ഏതെങ്കിലും ഇക്വേഷനിൽ കൊടുത്താലും മതി. നമുക്ക് കിട്ടിയ എസിൻ്റെ വാല്യൂ 9 ആണ്. 9 മൈനസ് ടീൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 6 ആണ്. 6 വിച്ച് ഈസ് ഈക്വൽ ടു 3. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ വാല്യൂ സെക്കൻഡ് ഇക്വേഷനിൽ കൊടുത്താലും ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഇക്വേഷനിൽ നിന്ന് ഒരു വേരിയബിളിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക, ആ വാല്യൂ സെക്കൻഡ് ഇക്വേഷനിൽ കൊടുക്കുക. ഒരു ക്വസ്റ്റ്യൻ √2x പ്ലസ് √3y ഈക്വൽ ടു 0. √3x മൈനസ് √8y ഈക്വൽ ടു 0. നമുക്ക് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കണം. ആദ്യം ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് ഞാൻ എക്സ് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. √2x പ്ലസ് √3y ഈക്വൽ ടു 0. √2x ഈക്വൽ ടു മൈനസ് ഓഫ് √3y പ്ലസ് √3 ഈക്വലിന് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ മൈനസ് ആവും. എക്സ് ഈക്വൽ ടു മൈനസ് √3 ബൈ √2y എന്ന് കിട്ടും. ഈ എക്സിൻ്റെ വാല്യൂ സെക്കൻഡ് ഇക്വേഷനിൽ കൊടുക്കണം. √3 ഇൻറ്റു ഈ വാല്യൂ കൊടുക്കാം മൈനസ് √3 ബൈ √2y മൈനസ് √8y ഈക്വൽ ടു 0. എക്സിൻ്റെ പ്ലേസിൽ ആദ്യം കിട്ടിയ വാല്യൂ നമ്മൾ കൊടുക്കുന്നു. ഇനി √3 ഇൻറ്റു √3 എന്ന് പറയുന്നത് 3 ആണ്. മൈനസ് ഓൾറെഡി ഉണ്ട്. മൈനസ് 3 ബൈ √2y മൈനസ് √8y ഈക്വൽ ടു 0. നമുക്ക് വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. രണ്ട് സൈഡും വൈ ഉണ്ട്. വൈ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് മൈനസ് 3 ബൈ √2 മൈനസ് √8 ഈക്വൽ ടു 0. ഇനി വൈൻ്റെ വാല്യൂ ഈ കോമൺ ആയിട്ട് ഈ സംഭവം ഈക്വലിൻ്റെ റൈറ്റ് സൈഡിൽ പോകുമ്പോൾ 0 ബൈ ആയിട്ട് മാറും. അപ്പോൾ വൈ ഈക്വൽ ടു 0 എന്ന് കിട്ടും. വൈ ഈക്വൽ ടു 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ √2x പ്ലസ് √3 ഇൻറ്റു 0 0 ആണ് ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു 0 എന്നുള്ള വാല്യൂ കിട്ടും. നമ്മുടെ ഇവിടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 0 വൈ ഈക്വൽ ടു 0 എന്നാണ്. ഇനി ക്വസ്റ്റ്യൻസ് ഡയറക്റ്റായിട്ട് ഇക്വേഷൻ തരത്തില്ല, നമുക്ക് വേർഡ് പ്രോബ്ലം ആയിട്ടാണ് തരുന്നത്. ചില ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സസൈസ് 3.3 തേർഡ് ക്വസ്റ്റ്യൻ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു നമ്പർ 26 എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് വൺ നമ്പർ ഈസ് 3 times the other. നമ്മുടെ കയ്യിൽ രണ്ട് നമ്പേഴ്സ് ഉണ്ട്. ലെറ്റ് എക്സ് കോമ വൈ ബി ദൻ 2 numbers. നമുക്ക് അറിഞ്ഞൂടാത്ത രണ്ട് നമ്പേഴ്സിനെ നമ്മൾ വേരിയബിൾസ് ആയിട്ട് എടുക്കാം. അതിനെ എക്സ് എന്നും വൈ എന്നും കൺസിഡർ ചെയ്യാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഡിഫറൻസ് ബിറ്റ്വീൻ 2 number ഈസ് 26. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 26. ദെൻ പറഞ്ഞിട്ടുണ്ട് വൺ നമ്പർ ഈസ് 3 times the other. ഒരു നമ്പർ എന്ന് പറയുന്നത് 3 times ആണ്. എക്സ് ഈക്വൽ ടു 3y എന്ന് കൊടുക്കാം. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 26. അപ്പോൾ എക്സ് ആയിരിക്കും എന്തായാലും വലുത്. അപ്പോൾ എക്സ് ഈക്വൽ ടു 3y എന്ന് കൊടുക്കാം. എക്സ് എന്ന് പറയുന്നത് വൈൻ്റെ 3 times ആണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള രണ്ട് ഇക്വേഷൻസ് ആണ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 26 എന്നും എക്സ് ഈക്വൽ ടു 3y എന്നും. ഈ രണ്ട് ഇക്വേഷനും നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യണം.
ഈ ഇക്വേഷനെ ഞാൻ ആദ്യത്തെ ഇക്വേഷനായിട്ട് കൺസിഡർ ചെയ്താൽ എക്സ് ഈക്വൽ ടു 3y എന്ന് നമുക്ക് കിട്ടി. ഈ വാല്യൂ സെക്കൻഡ് ഇക്വേഷനിൽ കൊടുക്കുക. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 26. എക്സിൻ്റെ പ്ലേസിൽ 3y കൊടുക്കാം. 3y മൈനസ് വൈ ഈക്വൽ ടു 26. 2y ഈക്വൽ ടു 26. y ഈക്വൽ ടു നമുക്ക് കിട്ടും 26 ഡിവൈഡ് ബൈ 2 വിച്ച് ഈസ് 13. ഇനി എക്സ് ഈക്വൽ ടു 3y ആണ്. വൈൻ്റെ വാല്യൂ നമുക്ക് 13 എന്ന് കിട്ടി. അപ്പോൾ എക്സ് ഈക്വൽ ടു 3 ഇൻറ്റു 13 വിച്ച് ഈസ് 39. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള രണ്ട് നമ്പേഴ്സ് എക്സ് ഈക്വൽ ടു 39, വൈ ഈക്വൽ ടു 13. ശരിയാണോ നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ടു നമ്പേഴ്സ്, ഇത് രണ്ടിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 26 ആണ്. ഇനി എക്സിൻ്റെ വൈൻ്റെ 3 ടൈംസ് ആണ് എക്സ് എന്ന് പറയുന്നത്. 13 ഇൻറ്റു 3 ആണ് 36. അടുത്ത ക്വസ്റ്റ്യൻ. ദ ലാർജർ ഓഫ് 2 സപ്ലിമെൻ്ററി ആംഗിൾസ് എക്സീഡ്സ് ദ സ്മോളർ ബൈ 18 ഡിഗ്രി. ഫൈൻഡ് ദം. രണ്ട് സപ്ലിമെൻ്ററി ആംഗിൾസ് വേണം. സപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറയുന്നത് ലെറ്റ് എക്സ് കോമ വൈ ബി ദ ആംഗിൾസ്. ആ ആംഗിളിൻ്റെ വാല്യൂ നമുക്കറിയത്തില്ല. സോ നമ്മൾ അതിനെ വേരിയബിൾസ് ആയിട്ട് എടുക്കുക. എക്സ് കോമ വൈ എന്ന് പേര് കൊടുക്കണം. ക്വസ്റ്റ്യനിൽ പറയൂല, നമ്മൾ തന്നെ എഴുതണം. എക്സ് കോമ വൈ ബി ദ ആംഗിൾസ്. സപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറഞ്ഞാൽ രണ്ട് ആംഗിൾ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 180 ഡിഗ്രി. ദ ലാർജർ ഓഫ് 2 സപ്ലിമെൻ്ററി ആംഗിൾസ് എക്സീഡ്സ് ദ സ്മോളർ ബൈ 18 ഡിഗ്രി. എക്സ് കോമ വൈ, ഇതിലേതാണ് ലാർജർ എന്ന് തന്നിട്ടില്ല. ലാർജർ മറ്റേ നമ്പറിനെക്കാട്ടി 18 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഡിഫറൻസ് ആണ് 18 ഡിഗ്രിയും തന്നിരിക്കുന്നത്. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 18 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് ഇക്വേഷനുണ്ട്. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 180 ഡിഗ്രി, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 18 ഡിഗ്രി. ഈ രണ്ട് ഇക്വേഷനും സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യണം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ നമുക്ക് എക്സിനെ സെപ്പറേറ്റ് ചെയ്തെടുത്തു. എക്സ് ഈക്വൽ ടു 180 മൈനസ് വൈ എന്ന് കിട്ടും. ഈ എക്സിൻ്റെ വാല്യൂ സെക്കൻഡ് ഇക്വേഷനിൽ കൊടുക്കാം. എക്സിൻ്റെ പ്ലേസിൽ 180 മൈനസ് വൈ ഈക്വൽ ടു 18 ഡിഗ്രി. സെക്കൻഡ് മൈനസ് വൈ ക്വസ്റ്റ്യനിലുള്ളതാണ്. ഇനി 180 മൈനസ് വൈ എന്ന് പറയുന്നത് 2y ആയിരിക്കും. മൈനസ് വൈ ഈക്വൽ ടു 18 ഡിഗ്രി. minus 2y equal to 18 minus 180. $162 എന്ന് കിട്ടും. y ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 81 എന്നാണ്. നമുക്ക് കിട്ടും -2y ഈക്വൽ ടു -162. y ഈക്വൽ ടു -162 ബൈ -2 വിച്ച് ഈസ് 81 ഡിഗ്രി എന്ന് കിട്ടും. വൈൻ്റെ വാല്യൂ 81 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എക്സ് പ്ലസ് 81 വിച്ച് ഈസ് ഈക്വൽ ടു 180. എക്സ് ഈക്വൽ ടു 180 മൈനസ് 81. എക്സിൻ്റെ വാല്യൂ 99 എന്നും വൈൻ്റെ വാല്യൂ 81 എന്നും കിട്ടും. ടെക്സ്റ്റിൽ ചെയ്തിരിക്കുന്ന ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. 5th ക്വസ്റ്റ്യൻ ആണ്. എ ഫ്രാക്ഷൻ ബിക്കംസ് 9/11. ഒരു ഫ്രാക്ഷൻ ഉണ്ട്. ഫ്രാക്ഷൻ്റെ ഫോം എന്തായാലും x/y എന്ന ഫോം ആയിരിക്കും. നമുക്ക് അറിഞ്ഞുകൂടാത്ത ഫ്രാക്ഷനെ നമ്മൾ x/y എന്ന് എടുക്കുക. എ ഫ്രാക്ഷൻ ബിക്കംസ് 9/11 ഇഫ് 2 ഈസ് ആഡഡ് ടു ബോത്ത് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. എക്സിൻ്റെ കൂടെ
ന്യൂമറേറ്ററിൻ്റെ കൂടെ 2 ആഡ് ചെയ്യുക, ഡിനോമിനേറ്ററിൻ്റെ കൂടെ 2 ആഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഫ്രാക്ഷൻ. ന്യൂമറേറ്ററിൻ്റെ കൂടെയും ഡിനോമിനേറ്ററിൻ്റെ കൂടെയും 2 ആഡ് ചെയ്താൽ ഫ്രാക്ഷൻ ബിക്കംസ് 9/11 എന്നത് തന്നിട്ടുണ്ട്. If 3 is added to both the numerator and the denominator, it becomes 5/6. എക്സിൻ്റെ കൂടെ 3 ആണ് ആഡ് ചെയ്യുക, ഡിനോമിനേറ്ററിൻ്റെ ന്യൂമറേറ്ററിൻ്റെ കൂടെ 3 ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 5/6 ആണ്. നമ്മുടെ കയ്യിൽ 2 ഇക്വേഷനുണ്ട്. ഇതിനെ ലീനിയർ ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്ന രീതിയിൽ നമ്മൾ ആക്കണം. അത് കഴിഞ്ഞ് സോൾവ് ചെയ്യണം. നമുക്ക് നോക്കാം. ഈ ഇക്വേഷനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 11 × x + 2 = 9 × y + 2. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 11x + 22 = 9y + 18. ഇനി ജനറൽ ഫോം ആക്കുമ്പോൾ 11x റൈറ്റ് സൈഡിൽ കിടക്കുന്ന 9y ലെഫ്റ്റിൽ വരും. അപ്പോൾ 9y - 9y + 22 - 18 = 0. അപ്പം നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് 11x - 9y 22 - 8 എന്ന് പറയുന്നത് +4 ആണ്, = 0. ഇനി സെക്കൻഡ് ഇക്വേഷനെയും നമുക്കിതുപോലെ സിംപ്ലിഫൈ ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 6 × x + 3 = 5 × y + 3. 6x + 18 = 5y + 15. 6x - 5y + 18 - 15 = 0. 6x - 5y + 3 = 0. നമ്മുടെ കയ്യിലുള്ള 2 ഇക്വേഷൻ എന്ന് പറയുന്നത് 11x - 9y + 4 = 0, 6x - 5y + 3 = 0. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നമുക്ക് നോക്കാം. ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് എക്സിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം. സോ 11x = -4 + 9y. x = × 11 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ ബൈ ആവും, -4 + 9y / 11. ഈ എക്സിൻ്റെ വാല്യൂ സെക്കൻഡ് ഇക്വേഷനിൽ കൊടുക്കണം. 6 × ബ്രാക്കറ്റ് ഇടുക, ദെൻ -4 + 9y / 11 -5y + 3 = 0. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം -24/11 + 9 × 6 54 + 3 = 0. ഇനി വൈൻ്റെ ടേംസിലോട്ട് മാറ്റണം നമുക്ക്. -24/11 ഈ 2 ടേംസ് മാത്രം ഇവിടെ ഇടാം. ബാക്കിയുള്ളത് 54y / 11 -5y = 24/11 -3. +3 = റൈറ്റ് സൈഡിൽ പോകുമ്പോൾ മൈനസ് ആവും, -24/11 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ പ്ലസ് ആവും. y കോമൺ ആയിട്ട് എടുക്കാം. y × 54/11 -5 = 24/11 -3. y × 11 - 54 - 55 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്റർ 54 × 1 -11 × 5 = 11/24 - 33. നമുക്ക് കിട്ടും y × 11/-1. 54 - 55 എന്ന് പറഞ്ഞാൽ -1 ആണ്, = 9/11 എന്ന് കിട്ടും.
y by minus 11 equal to 9 by 11. Y equal to 9 by 11 into minus 11. രണ്ട് സൈഡും മൈനസ് ഉണ്ട്, അത് പ്ലസ് ആയിട്ട് പോകും. 11 ക്യാൻസൽ ചെയ്തപ്പോൾ വൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 9 ആണ്. ലോസ് കണക്ഷൻ പ്ലസ് 3y ഈക്വൽ ടു 11. 2x മൈനസ് 4y ഉണ്ട് ഉപയോഗിച്ചുകൊണ്ട് എക്സിൻ്റെ വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതിനുശേഷം എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. ആദ്യം നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. 2x പ്ലസ് 3y ഈക്വൽ ടു 11. എക്സിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ 2x ഈക്വൽ ടു 11 മൈനസ് 3y. എക്സ് ഈക്വൽ ടു 11 മൈനസ് 3y ഡിവൈഡഡ് ബൈ 2. ഈ എക്സിൻ്റെ വാല്യൂ സെക്കൻഡ് ഇക്വേഷനിൽ കൊടുക്കണം. 2 ഇൻറ്റു എക്സിൻ്റെ പ്ലേസിൽ 11 മൈനസ് 3y ബൈ 2. 11 മൈനസ് 3y ബൈ 2 മൈനസ് 4y ഈക്വൽ ടു മൈനസ് 24. 2 ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കിയുള്ളത് 11 മൈനസ് 3y മൈനസ് 4y ഈക്വൽ ടു മൈനസ് 24. 11 മൈനസ് 3y മൈനസ് 4y 7y ഈക്വൽ ടു മൈനസ് 24. മൈനസ് 7y ഈക്വൽ ടു മൈനസ് 24. 11 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ മൈനസ് 11 ആവും. അപ്പോൾ ആൻസർ മൈനസ് 35. നമുക്കിവിടെ കിട്ടിയത് മൈനസ് 7y ഈക്വൽ ടു മൈനസ് 35. y ഈക്വൽ ടു മൈനസ് 35 ബൈ മൈനസ് 7 വിച്ച് ഈസ് 5. മൈനസും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി 5. വൈൻ്റെ വാല്യൂ 5 എന്ന് കിട്ടി. നമുക്കിനി എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ആദ്യത്തെ ഇക്വേഷൻ തന്നെ നോക്കാം. 2x പ്ലസ് 3y ഈക്വൽ ടു 11. 2x പ്ലസ് 3 ഇൻറ്റു വൈൻ്റെ വാല്യൂ 5 എന്ന് കിട്ടി. 3 ഇൻറ്റു 5 15 വിച്ച് ഈസ് ഈക്വൽ ടു 11. 2x ഈക്വൽ ടു 11 മൈനസ് 15 ഈക്വൽ ടു മൈനസ് 4. എക്സ് ഈക്വൽ ടു മൈനസ് 4 ബൈ 2 മൈനസ് 2. നമുക്കിവിടെ കിട്ടിയ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് എക്സ് ഈക്വൽ ടു മൈനസ് 2 എന്നും വൈൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 5 എന്നുമാണ്. ഈ എക്സിൻ്റെ വാല്യൂയും വൈൻ്റെ വാല്യൂയും നമുക്ക് ചോദിച്ചിട്ടുള്ള ഇക്വേഷനിൽ കൊടുക്കാം. വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് 3. എമ്മിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വൈ ഈക്വൽ ടു 5 ഈക്വൽ ടു എം ഇൻറ്റു എക്സിൻ്റെ പ്ലേസിൽ -2 പ്ലസ് 3. 5 ഈക്വൽ ടു -2m പ്ലസ് 3. -2m ഈക്വൽ ടു 3 ലെഫ്റ്റിൽ പോകുമ്പോൾ 5 മൈനസ് 3 ആവും ഈക്വൽ ടു 2. എം ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 2 ബൈ -2 ഈസ് -1. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് -1 എന്നാണ്. അപ്പോൾ ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ 2 മെത്തേഡാണ് പഠിച്ചത്. ഒന്ന് ഗ്രാഫിക്കൽ മെത്തേഡ്, രണ്ടാമത്തേത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. നമുക്ക് ഈസി ആയിട്ടുള്ള ഇനിയും 2-3 മെത്തേഡ്സ് പഠിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണ് എളുപ്പം ആ രീതിയിൽ ചെയ്യുന്നതായിരിക്കും. ക്വസ്റ്റ്യനിൽ ഈ രീതിയിൽ ചെയ്യണമെന്ന് പറയത്തില്ല. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് എലിമിനേഷൻ മെത്തേഡാണ്. എലിമിനേഷൻ മെത്തേഡ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 2x പ്ലസ് 3y ഈക്വൽ ടു 8. 4x പ്ലസ് 6y ഈക്വൽ ടു 7. ഈ 2 ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കണം. നമ്മൾ നോക്കേണ്ടത്
ഈ രണ്ട് ഇക്വേഷൻ്റെയും കോഎഫിഷ്യൻ്റ് സെയിം ആക്കണം. ഞാനിപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ ഇവിടെ 3y ഉണ്ട്, രണ്ടാമത്തെ ഇക്വേഷനിൽ 6y ആണ്. 3നെ 6 ആക്കാൻ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇക്വേഷൻ ഫുള്ളായിട്ട് നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ ചേഞ്ച് വരാതിരിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷന് 1 എന്നും ഈ ഇക്വേഷന് 2 എന്നും കൊടുക്കാം. ഇക്വേഷൻ 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? 4x + 6y = 16. ലെഫ്റ്റും റൈറ്റും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി സെക്കൻഡ് ഇക്വേഷൻ അതേപടി എടുത്തെഴുതാം. 4x + 6y = 7. ഇനി നമ്മൾ ചെയ്യുന്നത് സബ്ട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ സബ്ട്രാക്റ്റ് ചെയ്യണം. 4x - 4x എന്ന് പറയുന്നത് 0 ആണ്. 6y - 6y എന്ന് പറയുന്നത് 0 ആണ്. = 16 - 7 എന്ന് പറയുന്നത് 9 ആണ്. 0 = 9 എന്നാണ് നമുക്കിവിടെ കിട്ടിയത്. അങ്ങനെ പോസിബിൾ ആണോ? 0 = 9 അല്ല. അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷന് സൊല്യൂഷൻ ഇല്ല എന്നാണ് മനസ്സിലാവുന്നത്. നമ്മൾ ആദ്യം പഠിച്ച രീതി നോക്കി. a1/a2 എടുക്കുന്നു. a1/a2 എന്ന് പറയുന്നത് 2/4 ആണ്. b1/b2 എന്ന് പറയുന്നത് yൻ്റെ കൂടെ വരുന്നത് 3/6 ആണ്. 3/6. 2/4 എന്ന് പറയുന്നത് 1/2. b1/b2 3/6 എന്ന് പറയുന്നതും 1/2 ആണ്. ഇനി c1/c2. c1/c2 എന്ന് പറയുന്നത് c1 എന്ന് പറയുന്നത് -8 ആണ്. റൈറ്റിൽ കിടക്കുന്ന 8 ലെഫ്റ്റിൽ വരണം, അതാണ് ജനറൽ ഫോം. അപ്പോൾ c1 എന്ന് പറയുന്നത് -8ഉം c2 എന്ന് പറയുന്നത് -7ഉം ആണ്. നമുക്കിവിടെ കിട്ടിയത് a1/a2 = b1/b2 ≠ c1/c2. ഈ കേസിൽ നമ്മൾ പഠിച്ചത് ഇക്വേഷന് സൊല്യൂഷൻ കിട്ടൂല എന്നാണ്. എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ചെയ്തപ്പോഴും 0 = 9 എന്നാണ് കിട്ടിയത്. അതായത് ഈ ലീനിയർ ഇക്വേഷന് സൊല്യൂഷൻ ഇല്ല. സൊല്യൂഷൻ ഉള്ള ഒരു ഇക്വേഷൻ നമുക്ക് നോക്കാം. x + y = 5. 2x - 3y = 4. എലിമിനേഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് എക്സിൻ്റെയോ വൈൻ്റെയോ ഏതെങ്കിലും ഒരു കോഎഫിഷ്യൻ്റ് സെയിം ആക്കണം. ഞാനിവിടെ ഫസ്റ്റ് ഇക്വേഷനിൽ വൈൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണ്. സെക്കൻഡ് ഇക്വേഷൻ്റെ വൈൻ്റെ കോഎഫിഷ്യൻ്റ് -3 ആണ്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഇക്വേഷനെ 3 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇക്വേഷൻ 1 × -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, എന്നാലേ കോഎഫിഷ്യൻ്റ് സെയിം ആകത്തുള്ളൂ. -3. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വരുന്നത് -3x - 3y = -15. ലെഫ്റ്റിലും റൈറ്റിലും -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് 2x - 3y = 4. ഇപ്പോൾ നമുക്ക് രണ്ടിൻ്റെയും കോഎഫിഷ്യൻറ്റ്സ് സെയിം ആയി. വൈൻ്റെ കോഎഫിഷ്യൻ്റ് -3 ആണ്. സെക്കൻഡ് ഇക്വേഷൻ്റെ വൈൻ്റെ കോഎഫിഷ്യൻ്റ് -3 ആണ്. ഇനി നമുക്ക് സബ്ട്രാക്റ്റ് ചെയ്യാം. ഇക്വേഷൻ 1 - 2 -3x - 2x എന്ന് പറയുന്നത് -5x ആണ്. സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ പ്ലസ് മൈനസ് ആവും, സൈന് ചേഞ്ച് ആവും. -3y + 3y എന്ന് പറയുന്നത് 0 ആണ്. -15 - 4 എന്ന് പറയുന്നത് -19. -5x = -19. എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 19/5. ഇനി ഈ വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്താൽ വൈൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. എക്സിൻ്റെ പ്ലേസിൽ 19/5 + y = 5. y = 5 - 19/5. ഇങ്ങനെയാണ് എലിമിനേഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ x/2 + 2y/3
ഈക്വൽ ടു -1. x minus y by 3 ഈക്വൽ ടു 3. എലിമിനേഷൻ മെത്തേഡിൽ കോഎഫിഷ്യൻറ്റ് സെയിം ആക്കണം. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇവിടെ 1/2 ആണ്. സെക്കൻഡ് ഇക്വേഷനിൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്. നമുക്ക് ഫസ്റ്റ് ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആവും. ഇക്വേഷൻ 1 ഇത് ഇക്വേഷൻ 1 ഇത് ഇക്വേഷൻ 2. ഇക്വേഷൻ 1 ഇൻറ്റു 2 ചെയ്യുമ്പോൾ x/2 ഇൻറ്റു 2 പ്ലസ് 2y/3 ഇൻറ്റു 2 ഈക്വൽ ടു -2. ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോയാൽ ബാക്കിയുള്ളത് എക്സ് പ്ലസ് 4y/3 ഈക്വൽ ടു -2 എന്നാണ് കിട്ടുന്നത്. ഇനി താഴത്തെ ഇക്വേഷൻ അതേപോലെ എഴുതാം. എക്സ് മൈനസ് y/3 ഈക്വൽ ടു 3. ഇനി നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എക്സ് മൈനസ് എല്ലാം പ്ലസ് ആവും, സൈൻ ചേഞ്ച് ചെയ്യും. എക്സ് മൈനസ് എക്സ് എന്ന് പറയുന്നത് 0 ആണ്. 4y/3 പ്ലസ് y/3 5y/3 ഈക്വൽ ടു -5. 5y/3 ഈക്വൽ ടു -5. വൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -5 ഇൻറ്റു 3/5. വിച്ച് ഈസ് ഈക്വൽ ടു -3. വൈൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് -3 എന്നാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് വി ആഡ് 1 ടു ദ ന്യൂമറേറ്റർ ആൻഡ് സബ്ട്രാക്ട് 1 ഫ്രം ദ ഡിനോമിനേറ്റർ. ഒരു ഫ്രാക്ഷൻ x/y ആയിട്ട് കൺസിഡർ ചെയ്യുക. x/y ഇഫ് വി ആഡ് 1 ടു ദ ന്യൂമറേറ്റർ, ന്യൂമറേറ്ററിൻ്റെ പ്ലേസിൽ 1 ആഡ് ചെയ്യുക. ആൻഡ് സബ്ട്രാക്ട് 1 ഫ്രം ദ ഡിനോമിനേറ്റർ, ഡിനോമിനേറ്ററിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുക. എ ഫ്രാക്ഷൻ റെഡ്യൂസസ് ടു 1. ന്യൂമറേറ്ററിൽ നിന്ന് 1 ആഡ് ചെയ്യുകയും 1 സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്താൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1 ആണ്. ഇറ്റ് ബിക്കംസ് 1/2 ഇഫ് വി ഓൺലി ആഡ് 1 ടു ദ ഡിനോമിനേറ്റർ. x/y ഡിനോമിനേറ്ററിൻ്റെ കൂടെ മാത്രം 1 ആഡ് ചെയ്യുകയാണ് എങ്കിൽ നമ്മുടെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1/2. ഈ ഇക്വേഷൻ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് ഡിറൈവ് ചെയ്തെടുക്കുകയാണ്. ഡയറക്റ്റായിട്ട് തരത്തില്ല. അപ്പം നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് x+1/y-1 ഈക്വൽ ടു 1, x/y+1 ഈക്വൽ ടു 1/2. ഈ രണ്ട് ഇക്വേഷനും വെച്ചുകൊണ്ട് നമുക്ക് എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാം. ആദ്യത്തെ ഇക്വേഷൻ x+1/y-1 ഈക്വൽ ടു 1, x+1 ഈക്വൽ ടു y-1. നമ്മൾ ഇക്വേഷനെ ജനറൽ ഫോമിലോട്ട് മാറ്റണം. എക്സും വൈയും എല്ലാം ലെഫ്റ്റിലോട്ട് കൊണ്ടുവരണം. എക്സ് മൈനസ് വൈ പ്ലസ് 1 റൈറ്റിൽ കിടക്കുന്ന -1 ലെഫ്റ്റ് വരുമ്പോൾ +1 ആയിട്ട് മാറും, ഈക്വൽ ടു 0. എക്സ് മൈനസ് വൈ പ്ലസ് 2 ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി സെക്കൻഡ് ഇക്വേഷൻ ഇതാണ്. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. 2x ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x ഇൻറ്റു 2x ഈക്വൽ ടു y+1. നമ്മുടെ കയ്യിലുള്ള രണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് x മൈനസ് വൈ പ്ലസ് 2 ഈക്വൽ ടു 0. അതായത് എക്സ് മൈനസ് വൈ എലിമിനേഷൻ മെത്തേഡിൽ കോൺസ്റ്റൻറ്റ് റൈറ്റ് സൈഡ് ഇടാം, ഈക്വൽ ടു -2. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് 2x മൈനസ് വൈ ഈക്വൽ ടു 1. ഈ രണ്ട് ഇക്വേഷനെയും എലിമിനേഷൻ മെത്തേഡിൽ കോഎഫിഷ്യൻറ്റ് സെയിം ആക്കണം. ഇവിടെ കോഎഫിഷ്യൻറ്റ് സെയിം ആണ്. നോക്കൂ, എക്സിൻ്റെയോ വൈൻ്റെയോ കോഎഫിഷ്യൻറ്റ് സെയിം ആയാൽ മതി. ഈ ക്വസ്റ്റ്യനിൽ വൈൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്, സെക്കൻഡ് ഇക്വേഷന് വൈൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്.
ഇനി നമുക്ക് സബ്ട്രാക്റ്റ് ചെയ്യാം. കോഎഫിഷ്യൻറ്റ് സെയിം ആക്കിയതിന് ശേഷം സബ്ട്രാക്റ്റ് ചെയ്യണം. മൈനസ് എല്ലാം പ്ലസ് ആവും, പ്ലസ് മൈനസ് ആവും, തിരിഞ്ഞു വരും. ഓക്കെ, അപ്പോൾ എക്സ് മൈനസ് 2x എന്ന് പറയുന്നത് മൈനസ് എക്സ് ആണ്. മൈനസ് വൈ പ്ലസ് വൈ 0 ഈക്വൽ ടു മൈനസ് 3. എക്സ് ഈക്വൽ ടു 3 എന്ന് നമുക്ക് കിട്ടും. ഇനി വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് കിട്ടിയ എക്സിൻ്റെ വാല്യൂ ഏതെങ്കിലും ഇക്വേഷനിൽ കൊടുക്കാം. അപ്പോൾ 3 മൈനസ് വൈ പ്ലസ് 2 ഈക്വൽ ടു 0, മൈനസ് വൈ പ്ലസ് 5 ഈക്വൽ ടു 0. വൈ ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് മൈനസ് 5 എന്നാണ്. x minus 5y minus 4 equal to 0. 9x equal to 2y plus 7. ഈ രണ്ട് ഇക്വേഷനും എലിമിനേഷൻ മെത്തേഡിൽ നമുക്ക് സോൾവ് ചെയ്യണം. 3x minus 5y equal to 4. 9x മൈനസ് 2y, എക്സിൻ്റെ വൈൻ്റെ ടേംസ് അറേഞ്ച് ചെയ്ത് ലെഫ്റ്റിൽ കൊണ്ടുവരികയാണ്, ഈക്വൽ ടു 7. നമ്മൾ എലിമിനേഷൻ മെത്തേഡിൽ കോഎഫിഷ്യൻറ്റ് സെയിം ആക്കാം, എക്സിൻ്റെയോ വൈൻ്റെയോ ആക്കാം. നമുക്ക് വൈൻ്റെ കൂടെ കിടക്കുന്നത് 5 ആണ്, സെക്കൻഡ് ഇക്വേഷനിൽ 2 ആണ്. നമുക്ക് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ചേഞ്ച് ചെയ്യാം. നോക്കൂ, ആദ്യത്തേതിൽ 3 ആണ് കിടക്കുന്നത്, സെക്കൻഡ് ഇക്വേഷനിൽ 9 ആണ്. ഫസ്റ്റ് ഇക്വേഷനെ 3 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഇക്വേഷൻ 1 ഇൻറ്റു 3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9x മൈനസ് 15y ഈക്വൽ ടു 12. 9x മൈനസ് 2y ഈക്വൽ ടു 7. കോഎഫിഷ്യൻറ്റ് സെയിം ആക്കി കഴിഞ്ഞാൽ നമുക്ക് സബ്ട്രാക്റ്റ് ചെയ്യണം. സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ 9x മൈനസ് എല്ലാം പ്ലസ് ആവും, 9x മൈനസ് 9x 0 ആകും. 15y പ്ലസ് 2y എന്ന് പറയുന്നത് മൈനസ് 13y ഈക്വൽ ടു 5. വൈൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 5 ബൈ മൈനസ് 13. കഴിഞ്ഞത് വൈൻ്റെ വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കൂടെ കിട്ടും. അപ്പോൾ നമ്മുടെ ലീനിയർ ഇക്വേഷനിലെ സൊല്യൂഷൻ എക്സിൻ്റെ വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് പഠിച്ചത്. ഗ്രാഫിക്കൽ മെത്തേഡ്, ദെൻ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, ലാസ്റ്റായിട്ട് നമ്മൾ പഠിച്ചത് എലിമിനേഷൻ മെത്തേഡാണ്. ഇനി 2 മെത്തേഡ്സ് കൂടെ ഉണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ.